നീ എന്തിനാ ചിരിക്കണേ? ഒന്നുമില്ലേ, എനിക്ക് വയ്യ. എന്താന്ന് വെച്ചാ പറയഷ്ട, നമുക്ക് എല്ലാവരും കൂടി ചിരിക്കാലോ. അല്ല, നീ നേരത്തെ പ്ലാനൊക്കെ വരച്ചു കൂട്ടുന്നു കണ്ടപ്പോ ഞാൻ കരുതി നിന്റെ ഭാര്യയൊരു ഇതാണ് ഭാര്യയെങ്കിൽ വലിയ പ്ലാനൊന്നും വേണ്ട. 2 മുറികളുള്ള ഒരു ഓടിട്ട വീടിന്റെ പ്ലാൻ മതിയാകും. മതി രണ്ടാളും നോക്കിയത്. എന്റെ ഭാര്യക്ക് നിങ്ങളാരും മാർക്കിടണ്ട. നീ ചൂടാവല്ലേ, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. ഞാൻ വലിയ ഒരു തറവാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഒരുപാട് ഹോട്ടലുകളും ബസ്സുകളും എസ്റ്റേറ്റുകളും ഒക്കെയുള്ള ഒരു ബഡാ മുതലാളിയാ എൻ്റെ ഭാര്യയുടെ ഫാദർ. ഭാര്യയാണെങ്കിൽ കാണാൻ എന്ത് രസമാണെന്നറിയോ. ശരിക്കു പറഞ്ഞ നീ വരച്ച പ്ലാൻ എനിക്കാ ചേരുക. മതി തമാശ പറഞ്ഞ് ചിലപ്പോ ഇത് കാര്യത്തിലാവും. ഞാൻ വലിയ ഒരു തറവാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഒരുപാട് ഹോട്ടലുകളും ബസ്സുകളും എസ്റ്റേറ്റുകളും ഒക്കെയുള്ള ഒരു ബഡാ മുതലാളിയാ എൻ്റെ ഭാര്യയുടെ ഫാദർ. ഞാൻ വലിയ ഒരു തറവാട്ടിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. ഒരുപാട് ഹോട്ടലുകളും ബസ്സുകളും എസ്റ്റേറ്റുകളും ഒക്കെയുള്ള ഒരു ബഡാ മുതലാളിയാ എൻ്റെ ഭാര്യയുടെ ഫാദർ. നിങ്ങളൊക്കെ കൂടി കണ്ടുപിടിച്ച സമ്മാനമാണല്ലോ ഷാനിബ. അവളുടെ വീടും സ്വത്തും കണ്ട് നിങ്ങളുടെയൊക്കെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഏതായാലും ആ ഭാരം എൻ്റെ തലയിൽ വെച്ച് തന്നതിന് എല്ലാവരോടും പെരുത്ത് നന്ദിയുണ്ട്. ഏതായാലും നിന്റെ ഒരു അവസ്ഥ കഷ്ടം. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം പ്രസാദേ? ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയെ കെട്ടിയാൽ മതിയായിരുന്നു. ആരെ കെട്ടിയാലും സ്വഭാവം നന്നല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ട ആശയമേ. പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണെങ്കിലും സ്വഭാവം നന്നാവണമെന്നില്ലല്ലോ. പണക്കാര മക്കളൊക്കെ മോശം സ്വഭാവക്കാരാ. അപ്പൊ അതിലൊന്നല്ലടാ കാര്യം. അത് വിട്, ഞാൻ ആ ഭാഗം ചിന്തിക്കാറേ ഇല്ല. നീ ഇന്നലെ റൂഫിനോട് കാണിച്ച തമാശ കുറച്ചു കൂടിപ്പോയി. എനിക്കും തോന്നി. അവനും ഭാര്യയും തമ്മിലുള്ള സ്നേഹബന്ധം കണ്ടപ്പോൾ ചെറിയൊരസൂയ. എനിക്ക് ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത ഒന്നാണല്ലോ ഭാര്യ സ്നേഹം. അതുകൊണ്ടാ ഒന്ന് കളിയാക്കാമെന്ന് വെച്ചത്. അവനത് തമാശയാക്കി തള്ളുമെന്നും കരുതി. പക്ഷെ നീ പറഞ്ഞത് തമാശയുടെ പരിധിയിൽ നിന്നൊക്കെ വിട്ടിട്ടുണ്ട്. അത് ഞാൻ ക്ലിയർ ചെയ്യും. എൻ്റെ കഥ കേട്ട അവൻ എത്ര ഭാഗ്യവാനാണെന്ന് അവന് ബോധ്യപ്പെടും. ഇന്ന് കുറച്ച് വൈകിട്ടാണല്ലോ, എന്തു പറ്റി? 1-2 കാര്യങ്ങളുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ആദ്യം ഭക്ഷണം കഴിച്ചു. നിന്നെ കുറെ കാത്തു നോക്കി. നോ പ്രോബ്ലം, എന്നെ കാക്കണമെന്നില്ല. ഹലോ, അതെ.
പിന്നെ ഈ മിസ് കോൾ അടിച്ചുള്ള കളി തൽക്കാലം മതിയാക്കാം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. അപ്പോൾ എടുത്താൽ മതി. മനസ്സിലായോ? റൌഫ്, നീ എത്ര ഭാഗ്യവാൻ. നിന്നെ സ്നേഹം കൊണ്ട് പൊതിയാൻ നിന്റെ ഭാര്യയുണ്ട്. അതുപോലൊരു ഭാര്യ എനിക്കുണ്ടായിരുന്നെങ്കിൽ. ഞാൻ എന്തൊരു നിർഭാഗ്യവാനാണ്. എൻ്റെ ജോലിക്കും ശമ്പളത്തിനും ഒത്ത നിലവാരത്തിലുള്ളൊരു ഭാര്യ എനിക്കില്ലാതെ പോയി. ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്നും കല്യാണം കഴിച്ച ഈ ഹാഷിം എത്രയോ വലിയ ഭാഗ്യവാനാണ്. ഹലോ ഹാഷിം, കുറെ നേരമായി കാത്തിരിക്കുന്നു. എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട്. നമുക്ക് അങ്ങോട്ട് നടക്കാം. ഓക്കെ. ഹാഷിമിന് ഞങ്ങളെ പരിചയമുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങളൊക്കെ ആരാ? എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഒരുപക്ഷെ ഹാഷിമിന് ഞങ്ങൾ ഓർമ്മ കാണില്ല. 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഹാഷിമിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഹാഷിമിന്റെയും ഷാനിബയുടെയും കല്യാണത്തിന്. ഷാനിബയെ ഓർമ്മയുണ്ടോ? അത് നിന്റെ ഭാര്യയുടെ പേരാണ്. ഞങ്ങൾ അവളുടെ ബന്ധുക്കളും. എന്നുവെച്ചാൽ ഹാഷിമിന്റെയും കൂടി ബന്ധുക്കളെന്നർത്ഥം. ഞാൻ ഖത്തറിലും ഇവൻ കുവൈത്തിലുമാണ്. ബിസിനസ് ആയതുകൊണ്ട് രണ്ടുപേരും എപ്പോഴും തിരക്കിലാണ്. അതുകൊണ്ടാണ് നിന്റെ കല്യാണത്തിന് ശേഷം വിശദമായി പരിചയപ്പെടാൻ കഴിയാതെ പോയത്. അത് പോട്ടെ, ഇപ്പോൾ ഞങ്ങൾ വന്നത് എന്തിനാന്നറിയോ? ഏകദേശം ഊഹിക്കാൻ കഴിഞ്ഞു. വെരി ഗുഡ്. ഷാനിബയുടെ ഉപ്പ, അതായത് നിന്റെ ഫാദർ ഇൻ ലോ, ഞങ്ങളെ വിളിച്ച് നിന്നെ കണ്ട് ചില കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കുവൈറ്റിൽ നിന്നും ഖത്തറിൽ നിന്നും ഞങ്ങൾ ഇത്രയും തിരക്ക് പിടിച്ചിങ്ങോട്ട് വന്നത്. ആട്ടെ, എന്താ നിന്റെ ഭാവി പരിപാടി? ഷാനിബക്ക് ചേർന്നൊരു ഭർത്താവാകാൻ എനിക്ക് കഴിയില്ല. എനിക്ക് ചേർന്നൊരു ഭാര്യയാവാൻ ഷാനിബക്കും കഴിയില്ല. കഴിയുമെന്ന് ഷാനിബ പറയുന്നു. അത് പറച്ചിലിൽ മാത്രമേ ഉള്ളൂ, പെരുമാറ്റത്തിലില്ല. അത് നീ ശരിയാക്കി എടുക്കണം. 4 വർഷമായിട്ട് എനിക്ക് കഴിയാത്ത കാര്യം ഇനി അങ്ങനെ കഴിയാനാ? ഓക്കെ, എന്നിട്ട് നിന്റെ ഭാവി പരിപാടി എന്താ? ഞാൻ അവളെ ഡൈവേഴ്സ് ചെയ്യാൻ പോവുക. ഹാഷിം, നീ ഞങ്ങളുടെ ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്നേഹത്തോടു കൂടി പറയാണ്, ഈ ഡൈവേഴ്സ് നടക്കില്ല. കാരണം അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്റ്റാറ്റസിനെ ബാധിക്കും. നിങ്ങളുടെ ഫാമിലി സ്റ്റാറ്റസും സോഷ്യൽ സ്റ്റാറ്റസും നിലനിർത്താൻ എന്റെ ജീവിതം തുറക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നിന്റെ ജീവിതം നിലനിർത്തേണ്ട ഉത്തരവാദിത്തം അത് നിനക്കാണ്. ആ ഉത്തരവാദിത്തം എനിക്കുള്ളത് കൊണ്ടാണ് എനിക്ക് അവളെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. അത് നടക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളും പറഞ്ഞത്. എന്റെ അധികാരത്തിൽ വരുന്ന ഒരു സംഗതി നടപ്പിലാക്കാൻ എനിക്കെന്തിനാ നിങ്ങളുടെ സമ്മതം? ഇനി അഥവാ എനിക്കതിന് കഴിയാതെ പോയാൽ അവൾക്ക് എന്റെ ഭാര്യയായി തുടരാം. പക്ഷെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഒരുമിച്ചായിരിക്കില്ല. അവൾ അവളുടെ വീട്ടിലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്തും. ഇത് അവസാനത്തേതും മാറ്റമില്ലാത്തതുമായ തീരുമാനമാണോ? അതെ. ഓക്കെ, എങ്കിൽ നമുക്ക് പിരിയാം. നമ്മൾ ബന്ധുക്കളായതുകൊണ്ട് മാന്യമായി പിരിയുന്നതാണല്ലോ അതിന്റെ ഭംഗി. പക്ഷേ
ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോയി ഷാനിബയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. എന്തെങ്കിലും ബിസിനസ് ചെയ്ത് നാട്ടിൽ കൂടുന്നതിലും ഞങ്ങൾക്ക് വിരോധമില്ല. ഇല്ലെങ്കിൽ നീ ഒരിക്കലും ഒരു കാലത്തും കേരളം കാണില്ല. ഗൾഫിൽ ഏതെങ്കിലും ഒരു ജയിലിൽ നിന്റെ ജീവിതം അവസാനിക്കും. നിനക്കെതിരിൽ പ്രബലമായ ഒരു കേസ് കെട്ടിച്ചമക്കാൻ ഇവിടെ ഞങ്ങൾക്കതിനുള്ള ആളുകളുണ്ട്. പിന്നെ കേരളത്തിലെ കാര്യം കൈകാര്യം ചെയ്യാൻ നിന്റെ ഫാദറിനിലേക്കുള്ള സ്വാധീനം അറിയാമല്ലോ. ഒന്നുകൂടി ആലോചിച്ചോ. ഇനി പരമാവധി 3 മാസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ ഒന്നുകിൽ നീ നാട്ടിലെത്തണം, അല്ലെങ്കിൽ ഷാനിബ ഇവിടെ എത്തണം. ഓക്കേ? ഏയ്, ഇവിടെ ആരുമില്ലേ? ആരാ? റൌഫിന്റെ വീടല്ലേ? അതെ. ഉപ്പയല്ലേ? ആ, വിളിക്കാം. ആ, ആരാ? എന്റെ പേര് ഹാഷിം. ഞാൻ റൌഫിന്റെ ഫ്രണ്ടാ. ആഹാ. ദുബായില് ഞങ്ങൾ ഒരുമിച്ചാ താമസം. ആ കേറിയിരിക്കി. ആ. സൈന, ആരാ വന്നു നോക്ക്. ഇങ്ങോട്ടിരിക്കി. എന്റെ മോൻ റഊഫിന് എന്താ പറ്റിയത്? നിങ്ങൾക്ക് വല്ലതറിയോ? ഞാൻ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നാട്ടിൽ വന്നപ്പോൾ നിങ്ങളെയൊക്കെ കണ്ട് വിശേഷങ്ങൾ അറിയാലോ എന്ന് കരുതി വന്നതാ. ഇവിടെ പരമ സുഖാണ് മോനെ. കണ്ണീരും കയ്യായിട്ട് 2 പെണ്ണുങ്ങളും കരയാതെ പിടിച്ചു വെക്കണ ഈ വയസ്സനുണ്ട് ഇവിടെ. ഇതിലപ്പുറം എന്ത് വിശേഷാണ് ഞാൻ പറയേണ്ടത്? റൌഫ് പിന്നെ ഫോൺ ചെയ്തിട്ടൊന്നുമില്ലേ? ഫോൺ ചെയ്യേ. ഇങ്ങോട്ട് വിളിക്കുന്നത് പോട്ടെ, അങ്ങോട്ട് വിളിച്ചാൽ ഒന്ന് എടുത്താലെങ്കിലും മതിയേനി. എന്റെ മോനിക്ക് എന്താ പറ്റിയേ? പെട്ടെന്ന് ഞങ്ങളെയൊക്കെ വേണ്ടാന്ന് ഓന് തോന്നാനുള്ള കാരണം എന്താന്ന് നിങ്ങൾക്കൊക്കെ അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരീ. അതിപ്പോ എന്താന്ന് ആർക്കും അറിയൂല. ഞാനിപ്പോ വിളിച്ചിട്ട് കുറച്ചായി. ഞാൻ ഏതായാലും ഒന്ന് വിളിച്ചു നോക്കട്ടെ.